നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഒരു നേരം വിശന്നിരിക്കുന്നവരെ മറന്നിട്ടില്ല ഈ വിദ്യാർത്ഥികൾ. കൊട്ടാരക്കര സെന്റ് മേരീസ് HSSലെ SPC വിദ്യാർത്ഥികൾ കഴിഞ്ഞ 6 ദിവസങ്ങളായി കൊട്ടാരക്കര KSRTC ബസ് സ്റ്റാൻഡിൽ ഭക്ഷണപ്പൊതികൾ കൊണ്ടുവയ്ക്കുന്നു. വിശക്കുന്ന ആർക്കും ഈ ഭക്ഷണപ്പൊതികൾ എടുക്കാം. വിദ്യാർത്ഥികളുടെ ഈ നന്മ ആരും കാണാതെ പോകരുത്. നാളെയുടെ വാഗ്ദാനങ്ങളാണിവർ. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്, സെന്റ് മേരീസ് HSS, കിഴക്കേക്കര കൊട്ടാരക്കര ജനമേത്രി പോലീസ് കൊട്ടാരക്കര, ഹോളി ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റി, കൊട്ടാരക്കര വോയിസ് എന്നീ സംഘടനകൾ, അതിൽ പിന്നെ സ്കൂളിൽ പോകുന്ന കുട്ടികൾ ഇവിടെ ഇത് കൊണ്ടുവയ്ക്കാറുണ്ട്, പൊതിച്ചോറ് കൊണ്ടുവയ്ക്കാറുണ്ട്. ഇത് കാത്തു നിൽക്കുന്ന ഒരുപാട് പേര് ഈ സ്റ്റാൻഡിൻ്റെ പരിസരത്തുണ്ട്. ഇത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഉടനെ ഒരു 10 മിനിറ്റിനുള്ളിൽ കാലിയാകുന്നൊരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. പലരും വന്ന് നോക്കും, ചിലപ്പോൾ അത് പൊതിച്ചോറ് കാണത്തില്ല, നിരാശയായി പോകുന്നതും കാണാറുണ്ട്. പിന്നെ ഇത് നല്ല കാര്യമാണ്. ഇവിടെ കൊട്ടാരക്കരയും പരിസരത്തും വിശപ്പ് അനുഭവിക്കുന്നവർക്ക് ഒരു നല്ല സംരംഭമാണിത്. ഇത് കുറച്ചുകൂടെ വിപുലമാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും ഒന്ന് മനസ്സ് വയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. ഇന്ന് കൊണ്ടുവച്ചിട്ട് ഇന്നൊരു 10 പൊതിയോളം കൊണ്ടുവച്ചിട്ട് പോയി. അതൊരു 5 മിനിറ്റുള്ളിൽ കാലിയായി. സെൻറ്റ് മേരീസ് സ്കൂളിൽ കുട്ടികളുടെ വ്യക്തിത്വ വികസനത്തിനൊപ്പം SPCയുടെ നേതൃത്വത്തിലും കുട്ടികളുടെ ആഭിമുഖ്യത്തിലും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടി നടത്തുന്നുണ്ട്. അത് പ്രധാനമായിട്ടും പാവപ്പെട്ട കുട്ടികൾക്ക് വീട് വെച്ച് കൊടുക്കുക, അതുപോലെ തന്നെ ഭക്ഷണപ്പൊതികൾ, ഭക്ഷണമില്ലാത്തവർക്ക് ഉച്ചഭക്ഷണം എത്തിക്കുക. 2019 മുതൽ ആരംഭിച്ച ഒരു പ്രോജക്റ്റാണത്. ഇപ്പോഴും അത് തുടരുകയാണ്. പ്രധാനമായിട്ടും കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റലും അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡ്, പോലീസ് സ്റ്റേഷൻ അതുപോലെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ഭക്ഷണ പൊതികൾ എത്തിക്കുന്നത്. ഒരു ദിവസം ഏകദേശം 200ഓളം പൊതികൾ എത്തിക്കുന്നുണ്ട്. നമ്മുടെ കുട്ടികളെല്ലാം സഹകരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊരു പ്രോഗ്രാം നമുക്ക് കണ്ടക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടികളെ സമൂഹത്തിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുമായിട്ട് ഒന്ന് കോറിലേറ്റ് ചെയ്യുക, അവരുടെ ബുദ്ധിമുട്ടുകൾ കുട്ടികൾ മനസ്സിലാക്കുക, പഠനത്തിനൊപ്പം പാവപ്പെട്ടവരെ എങ്ങനെ സഹായിക്കാം എന്നുകൂടി ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു കുട്ടി സെൻറ്റ് മേരീസിലോട്ട് വരുമ്പോൾ അവനെ സംബന്ധിച്ച് അവൻ്റെ സമൂലമായ വ്യക്തിത്വ വികസനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പഠനം മുഖ്യമാണ്. അതിനോടൊപ്പം തന്നെ മറ്റ് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കുട്ടികളെ, മുതിർന്നവരെ എങ്ങനെയൊക്കെ മുതിർന്നവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ബസ്സിൽ കയറിയാൽ എങ്ങനെ പെരുമാറണം, ഇതെല്ലാം നമ്മൾ കുട്ടികൾക്ക് മനസ്സിലാക്കി വ്യക്തമാക്കി കൊടുക്കുന്നുണ്ട്. ഇത് പ്രധാനമായിട്ടും SPCയുടെ നേതൃത്വത്തിലാണ് ഇത് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അധ്യാപകരുടെയും മാനേജ്മെൻറ്റിൻ്റെയും അതുപോലെ തന്നെ രക്ഷകർത്താക്കളുടെയും സമൂഹത്തിൻ്റെയും മുഴുവൻ സഹായ സഹകരണങ്ങൾ നമുക്ക് ഇക്കാര്യത്തിൽ ലഭിക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങൾ SPCയിലെ സീനിയർ കേഡറ്റ്സ് ആണ്. എൻ്റെ പേര് മീനാക്ഷി ജി. എൻ്റെ പേര് അൽക്ക അലക്സ്. കോവിഡ് കാലം വഴി ഞങ്ങൾ ആരംഭിച്ച ഫുഡ് ബാങ്കിലൂടെ കൊട്ടാരക്കര താലൂക്ക് ഹോസ്പിറ്റൽ, കൊട്ടാരക്കര KSRTC സ്റ്റാൻഡ്, പോലീസ് സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ SPC കുട്ടികൾ ഭക്ഷണപ്പൊതികൾ വയ്ക്കാറുണ്ട്.
ആരും വിശന്നിരിക്കരുത് എന്നൊരു പദ്ധതിക്ക് വേണ്ടിയാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യാറുള്ളത്. SPC കേഡറ്റ്സ് ഭക്ഷണപ്പൊതികൾ എല്ലാ ദിവസവും അവിടെ വെക്കാറുണ്ട്. വിശന്നിരിക്കുന്ന ആർക്കും ഈ ഭക്ഷണപ്പൊതികൾ എടുക്കുകയും കഴിക്കുകയും ചെയ്യാം. ഞങ്ങളുടെ സ്കൂളിലെ പ്രവർത്തനങ്ങളായ SPC റേഡിയോ മരിയ, SPC ബാൻഡ്, കൗൺസിലിംഗ് എന്നിങ്ങനെ ധാരാളം പ്രവർത്തനങ്ങളോടൊപ്പം ഈ പദ്ധതിയെ ഞങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു. SPCയുടെ മോട്ടോ എന്തെന്നാൽ വി ലേൺ ടു സെർവ് എന്നതാണ്. അതുതന്നെയാണ് ഞങ്ങൾ ഈ ഭക്ഷണപ്പൊതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ എല്ലാ ദിവസവും 11 മണിക്ക് മുൻപ് ഭക്ഷണപ്പൊതികൾ വെക്കാറുണ്ട് KSRTC സ്റ്റാൻഡിൽ. ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. SPC പ്രവർത്തനങ്ങളോട് ചേർന്ന് എല്ലാവരും പ്രവർത്തിക്കാറുണ്ട്. വിദ്യാഭ്യാസപരമായിട്ടും സാമൂഹിക പുരോഗതിയും സമൂഹത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ട് സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ ഭാഗമായിട്ട് നിരവധി നന്മ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രധാനമായും 2019 മുതൽ ആരംഭിച്ചിട്ടുള്ള ഫുഡ് ബാങ്കിൻ്റെ പ്രോഗ്രാം വളരെ സജീവമായിട്ട് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. തെരുവോരങ്ങളിലും പ്രയാസം അനുഭവിക്കുന്ന ജനതയ്ക്ക് ആശ്രയമായിട്ട് വിശന്നിരിക്കുവാൻ ഒരാൾ പോലും നമ്മുടെ സമൂഹത്തിൽ പാടില്ല എന്നുള്ള ആപ്തവാക്യത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ സ്ഥലങ്ങളിലും ഫുഡ് ബാങ്കിൻ്റെ പ്രവർത്തനം SPCയുടെ ബഹുമാനപ്പെട്ട ജോൺസൺ സാറിൻ്റെ നേതൃത്വത്തിൽ വളരെ സജീവമായി നടക്കുന്നുവെന്നത് അഭിമാനത്തോടുകൂടി ഓർക്കുകയാണ്. അതോടൊപ്പം തന്നെ പാവപ്പെട്ട കുട്ടികളുടെ ഭവന നിർമ്മാണത്തിനാവശ്യമായി ഈ കാലഘട്ടത്തിൽ തന്നെ 4 ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾക്ക് കൗൺസിലിംഗ് നൽകിക്കൊണ്ട് അവരെ സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ടും സാധിക്കുന്നു. അങ്ങനെ നിരവധി നന്മകൾ പ്രദാനം ചെയ്യുന്ന സമൂഹത്തിൻ്റെ ഉന്നമനം ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുന്ന ഒരു നല്ല SPC കൂട്ടായ്മ ഈ സ്ഥാപനത്തിൽ ഉണ്ട് എന്നുള്ളത് അഭിമാനപൂർവ്വം ഈ സ്കൂൾ ഓർക്കുകയാണ്. അതിന് നേതൃത്വം നൽകുന്നത് ബഹുമാനപ്പെട്ട ജോൺസൺ സാറിനെയും ടീം അംഗങ്ങളെയും പ്രത്യേകമായി ഈ അവസരത്തിൽ നന്ദിപൂർവ്വം ഓർക്കുകയും ചെയ്യുന്നു.